വെക്കണേ നാട്ടുമാമ്പഴം മാമ്പഴക്കറി വെക്കണത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോ ഫ്രീസറിൽ എടുത്ത് വെക്കാം സൂക്ഷിക്കാനായിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ പലരീന്ന് നമ്മളെ അറിവുകൾ നേടൂലോ. അതെ അതെ അതെ. നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ അയൽവീടുകളില്ലേന്നൊക്കെ. നമ്മുടെ ഫ്രീസറില് കുറേ സാധനങ്ങളുണ്ട്. നമുക്കിന്ന് കുറച്ച് മാങ്ങ വറുക്കാൻ പോവാം. ഈ മാവിലെ മാങ്ങ കേട്ടോ, ഒരു ടേസ്റ്റും അല്ല ഇതിന്, പക്ഷെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കിളികളെങ്കിലും എടുത്തോട്ടെ, നമ്മളെടുക്കാറില്ല, അതിന് ഒരു ടേസ്റ്റില്ല. അത് ഈ മാവിലെ മാങ്ങ മണുമണുപ്പാ ഭയങ്കര, പക്ഷെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അത് നിലത്തൊക്കെ വീണ് നടപ്പുണ്ട്, കാണിച്ചു തരണേ. കണ്ടോ, ഇവിടെയൊക്കെ വീണ് നടക്കണുണ്ടോ? ഇത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത കാരണം നമ്മൾ പെറുക്കാറില്ല ഈ മാങ്ങ. കിളികൾക്കും വേണ്ടെന്ന് തോന്നുന്നു, അവരും ഒന്നും എടുത്തിട്ടില്ല. ഇത് കിളികൾ ചിലതൊക്കെ കടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടേക്കുക. നമുക്ക് എന്തായാലും കുറച്ച് പെറുക്കാം. ഇത് അപ്പുറത്തൊക്കെ കിടക്കണുണ്ടോ? ഇതൊക്കെ അവരിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് കടിച്ചിട്ടേ. നമ്മളെന്തായാലും പെറുക്കാറൊന്നുമില്ല. നമുക്കെന്തായാലും കുറച്ചൊന്ന് പെറുക്കി നോക്കാം, വീട്ടിൽ കൊണ്ടുപോയി ചെത്തി നോക്കാം. പണ്ട് കഴിച്ച ആ ഒരു ഓർമ്മയാണുള്ളത്. ഇതൊക്കെ നല്ല പഴുത്ത സിമ്പിളായിട്ടിരിക്കണതാണ്. കണ്ടോ, ഉണ്ടമാങ്ങയാണിത്. ഫ്രഷാണ്, നാച്ചുറൽ ആൻഡ് ഒരു പോയ്സണും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊന്നും ഒരു സുഖമില്ല. നോക്കാം എന്തായാലും ആ പണ്ടത്തെ രുചി തന്നെയാണോ ഇപ്പോഴൊന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതെ, ഇവിടെ ഒരു തേക്കില കിടപ്പുണ്ട്, അതിലേക്ക് ഇറക്കി വെക്കാം നമുക്ക്. പോയി അവിടെയുണ്ട്, ഇവിടെയുണ്ട്. കണ്ടോ, ഈ മാങ്ങ കേടുണ്ടോ നോക്കട്ടെ. ഇതിന് കേടൊന്നുമില്ലല്ലോ. ഉണ്ട്, ഇത് കടിച്ചിട്ടിട്ടേക്കണം. അതൊന്നും നമുക്ക് എടുക്കണ്ട, ഇവിടെ കിടക്കേണ്ടത് എടുക്കാം നമുക്ക്. ഓക്കെ, ഇതെടുക്കാം. ഇത് നല്ല സിമ്പിളനാ. മീൻ മറക്കാനുള്ളതിനെ ഇച്ചിരി ഒടിച്ച് ഇത് ഇതായിട്ട് എടുക്കണതാ. അടർത്തിയത് വേറെ ഇരിപ്പുണ്ട്. ഈ ഏരിയ വറക്കണതെന്ന് എരിമീനെ കിട്ടേക്കണം, വേവിച്ചത് ഇരിപ്പുണ്ട്, വറക്കണം. പിന്നെ ഇച്ചിരി ചക്കക്കുരു ഉലർത്തി, പിന്നെ മോരുകാച്ചുണ്ട്, പിക്കിളുകളുണ്ട്. അവിടുത്തെ പട്ടി നല്ല ഉണ്ട മാങ്ങ. അത് നമ്മുടെ മാങ്ങയല്ല, ഇന്നലെ നമ്മുടെ അയൽവക്കക്കാർ തന്നാട്ടോ നമുക്ക്. ഇത് കറി വെക്കണേ നാട്ടുമാമ്പഴം, മാമ്പഴക്കറി വെക്കണത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുടുക്കിയ, നല്ല മണവാ. നല്ല മണമുണ്ട്, നമ്മുടെ ചപ്പിത്തിന്നണ മാങ്ങയുടെ ഒക്കെ ഒരു രൂപം. അപ്പൊ ഇത് ചെറിയ മാങ്ങ, അതുകൊണ്ട് നല്ലതായത് കറി വെക്കാൻ കലത്തില്. അപ്പൊ ഇത് കറി വെക്കാനല്ല ഉദ്ദേശിക്കണത്. ഇന്നിപ്പോ കറി വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞേച്ച് കാണിച്ചു തരാം. അണ്ടിയായിട്ട് എടുത്തേച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വേവിച്ച് തണുത്ത് കഴിയുമ്പോ ഫ്രീസറിൽ എടുത്ത് വെക്കാം സൂക്ഷിക്കാനായിട്ട്. കുറെ നാളുകൾ ഇരിക്കും. ഇനിയിപ്പോ അവർക്കത് ഉണ്ടാവുമെന്നറിയില്ല. ഇനി വീഴുവാണെങ്കിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു മാമ്പഴ പായസം ഉണ്ട് കേട്ടോ. ഇത് പായസം ഉണ്ടാക്കാൻ കറക്റ്റ് വലിപ്പ ഇങ്ങനെയാ കറക്റ്റ് പാകം അല്ലേ. നമ്മുടെ ഇച്ചിരി പൊണ്ണനാ. ഇതിന്ന് എടുക്കണോ? വേണ്ട, ഇത് നമുക്ക് സൂക്ഷിക്കാൻ നടക്കൂലല്ലോ. ഇന്നിപ്പോ ഉണ്ടാക്കല് നടക്കില്ല. എന്നാ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം, ഇതിലേക്ക് എടുക്കാം. അപ്പൊ ഇതിൽ തന്നെ അങ്ങ് ഗ്യാസിൽ വെച്ച് വേവിക്കുകയും ചെയ്യാം. കഴുകിക്കൊണ്ട് അണ്ടി എടുക്കാൻ ഞാൻ പറയാൻ വന്നത്. അണ്ടി എടുക്കാൻ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂല, പാകാൻ എടുക്കാം. അപ്പൊ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാറ് വേണമെങ്കിൽ സിമ്പിൾ അണ്ടി എടുക്കാം ഒരെണ്ണം. മാങ്ങയുടെ അണ്ടി നട്ടാ കൊറേ നാള് ആവില്ലേ കായ്ക്കാൻ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഈ കൊറേ നാളെന്ന് പറയുന്ന വർഷങ്ങളുണ്ടല്ലോ പെട്ടെന്ന് കടന്നു പോകും. പ്ലാവ് കാച്ചൊന്നുമില്ല. കോവിഡിന് ശേഷം കടന്നുപോയ ഓരോ വർഷങ്ങളും എത്ര ഷഡ്തിയിലാ ഇല്ലേ. 5 വർഷമായി കോവിഡ് വന്നിട്ടിപ്പോ. ഒട്ടും തോന്നൂല, നമുക്ക് ഒരു ചിന്തയും ആയിട്ടില്ല. ഇപ്പോ കോവിഡിന്റെ സമയത്ത് വെച്ച ബഡ് മാവ് കായ്ക്കേണ്ട സമയമായി. 5 വർഷം കഴിഞ്ഞു. അതുപോലെ അണ്ടി നട്ട മാവും അത്യാവശ്യമൊക്കെ വലുതായിട്ടുണ്ടാവും ആ സമയത്ത് നട്ടിട്ടുണ്ടെങ്കിൽ. 5 വർഷമായിട്ടുണ്ടെങ്കിൽ. അതെ. അപ്പൊ അതുകൊണ്ട് അണ്ടി നട്ടാ കുറെ കാലം ആവില്ലേ എന്ന് വിചാരിച്ചാൽ കുറെ കാലം ആവും, അത് സത്യമാണ്. പക്ഷെ ആ വർഷങ്ങൾ വേഗം വേഗം കടന്നു പോകും. അത് പോവും. ചെന കണ്ടോ? ചെന ചെത്തിയപ്പോഴേ നല്ല നാട്ടുമാങ്ങയുടെ മണം. ആ മണം ഭയങ്കര നൊസ്റ്റാൾജിയ. ചെന ചെത്തിയപ്പോഴല്ല, മൂക്കി എത്തിയപ്പോ. പണ്ട് മൂക്കി എത്തിയിട്ട് ചപ്പി തിന്നണത്. വേണോ ചപ്പി തിന്നാൻ? വേണ്ട,
അല്ല അവിടെ വെച്ചേക്കാം. ആരുള്ളതാ അല്ലേ? നമ്മുടെ മാങ്ങ പോലെ തന്നെയാ. സെയിമാ. കുറച്ച് ആരുണ്ട്. ഇത് ചപ്പി തിന്നാൻ നല്ലതാ. ചപ്പി തിന്നാൻ പക്ഷെ ഇച്ചിരി ചെറുതാ. നമ്മുടെ ചപ്പി തിന്നാൻ ഇച്ചിരി കൂടി നല്ല പൾപ്പിയാ. മാമ്പഴ പായസത്തിന് നല്ലതായത്. ആ അതിന് നല്ല കറക്റ്റ് സൈസാ. ഇത് വെച്ചേക്കണെങ്കിൽ ചപ്പി എടുക്കാൻ. സിമ്പിളനായിട്ടുള്ളത് വെച്ചോ. സിമ്പിളനാ നല്ലത്. ചപ്പി നോക്കട്ടെ. ഇതായിരിക്കും ഇച്ചിരി നല്ലത്. വെച്ചേക്കാം. ഇവിടെ വെച്ചേക്കാം. ലാസ്റ്റ് എടുത്ത് വെച്ചേക്കാം. ഒരു പ്ലേറ്റിൽ വെച്ചേക്കാം. ഞാൻ അതെ, നമ്മള് സ്വല്പം വെള്ളം ഒഴിച്ചു മാങ്ങയിലേക്ക്. എന്നിട്ട് സ്വല്പം ഉപ്പ് ഇട്ട്, കല്ലുപ്പാട്ടോ ഞാൻ ഇട്ടേക്കണേ, അത് ഇട്ടേച്ച് ഒന്ന് തകർന്നാ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. ഈ മഞ്ഞൾപ്പൊടി എന്തിനാ ഇട്ടേ? മഞ്ഞൾപ്പൊടി എപ്പോഴും പ്രിവെന്റീവ് അല്ലേ. നമ്മളങ്ങനെ സാധാരണ സ്റ്റോർ ചെയ്യുമ്പോ ഇട്ട് കണ്ടിട്ടില്ല. അല്ല, ഇട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഓരോരോ അറിവുകൾ കിട്ടുമ്പോ അത് ഇടും. ശൈല പറഞ്ഞു തന്നതാ മഞ്ഞൾപ്പൊടി ഇട്ട് അവിടെ ചെയ്യൂന്ന്, അവര് ചെയ്യൂന്ന്. അപ്പൊ ഞാനും ഒന്ന് പരീക്ഷിക്കാന്ന് കരുതി. അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, പലരീന്ന് നമ്മളെ അറിവുകൾ നേടൂലോ. അപ്പൊ പലരും പലതും പറയണ കേട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കും. പുള്ളിക്കാരി തന്ന മാങ്ങയല്ലേ. അപ്പൊ ഇനി മതി, വെന്തത് മതി. നമുക്ക് തണുത്ത് കഴിയുമ്പോ ഇതിലാക്കി വെക്കണത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ വെക്കുവാ അല്ലേ? ഞാൻ വിചാരിച്ചു പൾപ്പെടുത്തിട്ടാണ്. പൾപ്പെടുത്ത് വെക്കണം. ഇതേടി മാമ്പഴ കറി വെക്കാനാന്നേ. കഴിഞ്ഞ കൊല്ലം ഇവിടത്തെ മാമ്പഴ വെച്ചില്ലേ, ഇപ്പഴും ഇരിപ്പുണ്ട് 4. അത് അതുപോലെ കറി വെക്കാനായിട്ട് എടുക്കണതാണ്. മാങ്ങാപ്പഴുപ്പിനല്ല. മാങ്ങാപ്പഴുപ്പിനാണെങ്കിൽ നീയല്ലേ മാങ്ങാപ്പഴുപ്പ് ചാറെടുത്തത് ഓർക്കണില്ലേ കഴിഞ്ഞ വർഷം? എന്നിട്ട് ഇത് കുടിക്കും പോലെ മേടിക്കണ ഇതുപോലെ ഇരുന്ന. ഈ മേടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഡ്രിങ്കിന്റെ പേര് സ്ലൈസ് അല്ല, വേറൊരു ഞാൻ മറന്നുപോയത്. അതുപോലെ തന്നെയായിരുന്നു നീ ഉണ്ടാക്കിയത്. നല്ല രുചിയായിരുന്നു അത്. നീ ഇത് തണുക്കാൻ അനുവദിക്കട്ടെ. എത്ര നേരം കൊണ്ടാ പൾപ്പ് എടുക്കണം? അയ്യോ, അത് ഭയങ്കര ഇതായിരുന്നു. ഈ നാട്ടുമാങ്ങയ്ക്ക് പൾപ്പെടുക്കാനൊരു ഇതുണ്ട്. ഈ തൊലി ഇങ്ങനെ അങ്ങ് ഉരിഞ്ഞേച്ചേ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങ് പിഴിഞ്ഞ അതിന്റെ കിട്ടും. നാട്ടുമാങ്ങ അൽഫോൻസയ്ക്കൊന്നും അത് കിട്ടൂല. അൽഫോൻസയ്ക്കൊക്കെ തൊണ്ടി എത്തി തന്നെ ഇതിങ്ങനെ സ്ലൈസ് ചെയ്തേച്ച് മിക്സിയിൽ അടിച്ച് ഇതാക്കി എടുക്കണം പൾപ്പ്. നീ അങ്ങനെയായിരുന്നു അതെടുത്തത്? അല്ല, ഇത് ഞാൻ പിഴിഞ്ഞെടുത്തത്. നാട്ടുമാങ്ങ പിഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് കിട്ടും. അത് മിക്സിയിലൊന്നും അടിച്ചാ രസം ഉണ്ടാവൂല, പിഴിഞ്ഞ് തന്നെ എടുക്കണം. നാട്ടുമാങ്ങയ്ക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റൂല, ആരുണ്ട് അതില്. പിന്നെ അരിച്ചതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞാൽ കംപ്ലീറ്റ് കിട്ടും. പണ്ടത്തെ കാലത്ത് പഴച്ചാറ്. പഴച്ചാറ് അത് തന്നെ. അതാണ് അതിന്റെ ശരിക്കുള്ള ഭാഷ, പഴച്ചാറ്. ഓക്കെ, തണക്കട്ടെ, നമുക്ക് സ്റ്റോർ ചെയ്യണം കാണിക്കാം. കുറച്ചുകൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചല്ലോ, ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് തന്ന മാമ്പഴാന്നും പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ. തൊലി കളഞ്ഞേച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാ. സ്വല്പം വെള്ളം ഒഴിച്ച്. ഇനി അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോ ഞാൻ സിപ്ലോക്ക് കവർ എടുത്തില്ല. ഒരു കഴിഞ്ഞ പോലെ മാങ്ങ ഇട്ട് വെച്ചിരുന്ന പാത്രം ഇത് ഐസ്ക്രീം ബൗളിനകത്തേക്ക് ഇത് എടുത്ത് വെച്ച് ഫ്രീസറിലേക്ക് വെക്കും. ഇനിയിപ്പോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് താല്പര്യമാണെങ്കിൽ കുറച്ചുകൂടെ തരാമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ വീണ് കിട്ടണതാട്ടോ അവിടെ. അന്നേരം നമുക്ക് അതും കൂടെ ശരിയാക്കി വെച്ച് വേറൊരു പാത്രത്തിൽ അല്ലെങ്കിൽ കവറിലോ ഏതിലെങ്കിലും ആക്കി ശേഖരിക്കാൻ. നമ്മുടെ നാട്ടുമാവേൽ ഇത്തവണ മാങ്ങ കരിഞ്ഞിട്ടില്ല. ഒന്നിടവിട്ട വർഷം ഉണ്ടാവാറുള്ളൂ. അപ്പം നമുക്ക് മാങ്ങ ഉണ്ടായില്ലെങ്കിലും നമുക്ക് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് നാട്ടുമാമ്പഴം തന്നെ കിട്ടി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ അയൽവീടുകളില്ലേ എന്നൊക്കെ. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അയൽവീടുകളുണ്ട്. പിന്നെ ഞങ്ങളും അവരുമായിട്ട് അയൽവീടുകളും ഒക്കെ ആയിട്ട് നല്ല ടേംസിലാട്ടോ പോണത്. അപ്പൊ അതിന്റെ ഉദാഹരണമാണല്ലോ ഇതാ. അപ്പൊ ഞങ്ങൾക്കുള്ളപ്പോ ഞങ്ങളും കൊടുക്കും, അവർക്കുള്ളപ്പോ അവരും തരും. ഓക്കെ, മധുരം ഒരു തരി പോലും ഇട്ടിട്ടില്ലെങ്കിലും കടും മധുരാണ് ഇതിന്. കടും മധുര, പാകം വലിപ്പം അല്ലേ. നമ്മുടെ ഫ്രീസറില് കുറേ സാധനങ്ങളുണ്ട്. പലതും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങ ഇത് തീർക്കണം, എന്നിട്ട് ഇതിലെടുത്ത് ട്രിപ്പ് എടുക്കാം. അങ്ങനെ ഓരോ സീസൺ വരുമ്പോഴേക്കും നമ്മൾ ആ കഴിഞ്ഞ ഓരോ സംഗതികൾ വെക്കും. ഈ നാരങ്ങ ഐസ് ഇട്ട് കുടിക്കാം. എടുത്ത് വെക്കണം. അപ്പേ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. നീ എടുത്തോളൂല്ലോ. ഞാൻ എടുത്തോളാം. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടല്ലോ ചൈനീസ് ഓറഞ്ച് കൂടുതലായി കിട്ടിയപ്പോ അത് അതേപോലെ തന്നെ പിഴിഞ്ഞ് അരിച്ച് സിലിക്കൺ ഐസ് ട്രേയിൽ ഇട്ട് വെച്ചേക്കണ. നീ ചെയ്ത പണിയാ.
കേടാവൂല, കുറെ നേരം ഇരുന്നു, കുറെ നാളിരുന്നു. ഇരുന്നോളും. അപ്പൊ ഇഷ്ടമുള്ളപ്പോ നമുക്ക് വേഗം നാരങ്ങാവെള്ളം ഉണ്ടാക്കി കുടിക്കാം. എവിടെയെങ്കിലും പോയി വന്നേക്കുമ്പോഴും ഒക്കെ എളുപ്പമാണ്. ഇത് ഞാൻ വേഗം അടയ്ക്കണെന്ന് വെച്ചാൽ പുറത്ത് ചൂടിങ്ങനെ പെരുത്ത് നിൽക്കും, ഒരുപാട് നേരം തുറന്നു വെക്കരുത്. അതുകൊണ്ടാട്ടോ, അതുകൊണ്ട് അതറിയാലോ, എല്ലാം മെൽറ്റ് ആവും, പിന്നെ ഓരോ പ്രശ്നങ്ങൾ. അതാ ഇത് മാറ്റിയേക്കാം, കഴിഞ്ഞതാ. ഓക്കെ ഓക്കെ, ബൈ ബൈ.